എല്ലാവർക്കും മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഈ സമയം നന്ദിനി വിക്രം പറഞ്ഞതിനെ എന്തിനാണ് സപ്പോർട്ട് ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലായെന്നാണ് സുധാകരൻ മാഷ് പറയുന്നത്. എന്നാൽ ഇത് കേൾക്കുന്ന വിക്രം ഈ വിഷയം സംഭവിച്ചത് ഞാൻ കാരണമാണെങ്കിൽ എങ്ങനെയാണ് തീർക്കേണ്ടതെന്ന് എനിക്ക് തന്നെ അറിയാം. ഇത് കേൾക്കുന്ന മാഷ്, മതി, നിന്റെ രീതിയിലുള്ള ഇടപെടൽ ഇനിയെങ്കിലും നിർത്താൻ നോക്ക്. വീണ്ടും വീണ്ടും ദുരന്തങ്ങളല്ലാതെ നീ മുഖേന ഈ വീട്ടിൽ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഇതെല്ലാം കേട്ടുകൊണ്ട് നിൽക്കുന്ന കമല, മതി എല്ലാവരും കൂടി, എങ്ങനെയാണ് വിശ്വത്തെ പുറത്തിറക്കേണ്ടതിനെ പറ്റി നമുക്ക് സംസാരിക്കാം, അല്ലാതെ ഇങ്ങനെ എല്ലാവരും കൂടി വഴക്കുണ്ടാക്കാതെ. ഇത് കേട്ടു നിൽക്കുന്ന വേദ എല്ലാവരോടുമേ ഒന്ന് പറയുന്നു, ആരും വിഷമിക്കണ്ട, വിശ്വേട്ടനെ ഞാൻ പുറത്തിറക്കാം, അതിനു വേണ്ടുന്നത് എന്താണെന്ന് എനിക്കറിയാം. ഈ സമയം വിനായകനും ഇതിലെന്തോ പങ്കുണ്ടെന്നുള്ള രീതിയിൽ മുറിയിൽ പരിങ്ങി നിൽക്കുന്നത് കണ്ട് അവിടേക്ക് ചെല്ലുകയാണ് നന്ദിനി. നന്ദിനി വിനായകനോട്, നിങ്ങളുടെ നിൽപ്പ് കണ്ടാൽ തോന്നും നിങ്ങൾക്കും ഇതിലെന്തോ പങ്കുണ്ടെന്ന്. നിനക്ക് തോന്നുന്നുണ്ടോ വിശ്വേട്ടൻ അങ്ങനെയൊക്കെ ചെയ്യുമെന്ന് വിനായകൻ ചോദിക്കുന്നു. പണം എടുത്തിട്ടില്ലെങ്കിലും തെളിവുകളെല്ലാം നിങ്ങളുടെ ചേട്ടനെതിരല്ലേ എന്നാണ് നന്ദിനി ചോദിക്കുന്നത്. നന്ദിനി ആകെ ദേഷ്യത്തിലാണ്. ഇതിപ്പോൾ ബാക്കിയുള്ളവർക്ക് വീടിന് പുറത്തിറങ്ങി നടക്കാൻ പറ്റാതായി. ഭർത്താവിൻ്റെ ചേട്ടൻ പണത്തട്ടിപ്പിൻ്റെ പേരിൽ ജയിലിനകത്ത്, ഇളയ അനിയനോ ഗുണ്ട. ഹോ, വല്ലാത്തൊരു കുടുംബത്തിലോട്ട് തന്നെയാണ് ഞാൻ വന്ന് കയറിയേക്കുന്നത്. ഇത് കേൾക്കുന്ന വിനായകൻ, അതിന് നീ കിട്ടിയത് ഇവരെ അറിയാമല്ലോ, പിന്നെ നീ ഇങ്ങനെ ഓവറായിട്ട് എന്തിനാണ് വിഷമിക്കുന്നത്? ഈ സമയത്താണ് വിനായകന്റെ ഫോണിലോട്ട് ചന്ദ്രശേഖരന്റെ കോൾ വരുന്നത്. ഫോൺ എടുത്തുടൻ തന്നെ അയാൾ വിനായകനോടായി സംസാരിക്കുന്നു. തന്റെ ചേട്ടൻ നിസ്സാര പുള്ളിയൊന്നുമല്ലല്ലോ. മറുപടിയെ വിനായകൻ, അയ്യോ സാറേ, ഏട്ടൻ അങ്ങനത്തെ വലിയ കുറ്റമൊന്നും ചെയ്യത്തില്ല. അത് ശരിയാണെന്നും വലിയ ലക്ഷ്യത്തിലേക്ക് മുന്നേറുമ്പോൾ ഇങ്ങനെയുള്ള ചിലതൊക്കെ പതിവാണെന്നാണ് ചന്ദ്രശേഖരൻ പറയുന്നത്. വിനായകൻ അയാളുടെ പറയുകയാണ്, ശ്രീകാന്ത് സാറിന്റെ കമ്പനിയാണെന്ന് അറിഞ്ഞിട്ടാണ് ഞാൻ വിശ്വേട്ടനെ അവിടെ ചേർത്തതെന്നാണ് ഇപ്പം വിക്രവും ബാക്കിയുള്ളവരും പറയുന്നത്. ഇത് കേൾക്കുന്ന ചന്ദ്രശേഖരൻ, എന്താ തനിക്കത് അറിയില്ലായിരുന്നോ? മറുപടിയായി വിനായകൻ, എനിക്ക് മൊത്തത്തിൽ അറിയില്ലായിരുന്നു. ഇത് കേൾക്കുന്ന ചന്ദ്രശേഖരൻ, പിന്നെ ശ്രീകാന്ത് എന്ത് ചെയ്യുമെന്നാണ് നിങ്ങളൊക്കെ വിചാരിച്ചത്? സ്വന്തം പെങ്ങളെ അപഹരിച്ച് കല്യാണം കഴിച്ചൊരുത്തന്റെ ചേട്ടന് ജോലി കൊടുത്തത് വേറെന്തിനാണെന്നാണ് നിങ്ങളൊക്കെ കരുതിയത്? ഇതൊന്നുമല്ല, ഞാൻ മറ്റൊരു കാര്യത്തെപ്പറ്റി സംസാരിക്കാനാണ് ഇപ്പം നിങ്ങളെ വിളിച്ചതെന്ന് ചന്ദ്രശേഖരൻ. താൻ ആ ഫ്ലാറ്റ് വാങ്ങാനായിട്ട് വിശ്വനൊരു ഒപ്പ് വാങ്ങി തന്നില്ലായിരുന്നോ? അതെന്തായാലും നന്നായിട്ടോ. ഇത് കേൾക്കുന്ന വിനായകൻ, സാറേ, അതേടോ, ആ ഫ്ലാറ്റ് വാങ്ങാനായിട്ടാണ് പണം തട്ടിയതെന്ന് ഞങ്ങൾ കോടതിയിൽ തെളിയിച്ചോളാം. വിനായകൻ തുടരുന്നു, അയ്യോ സാറേ, 10,000 രൂപയുടെ ചിട്ടിയെന്ന് പറഞ്ഞാണ് ഞാൻ ആ ഒപ്പ് മേടിച്ചത്. ഇതിനുള്ള മറുപടിയായി ശേഖരൻ, താൻ ശരിക്കും ചിട്ടിക്ക് തന്നെയാണ് ഏട്ടൻ്റെ സൈൻ മേടിച്ചത്. പക്ഷേ അതിനു വേണ്ടുന്ന 10 ലക്ഷം രൂപ തൻ്റെ ചേട്ടൻ തട്ടിച്ചു. അതിനുള്ള തെളിവുകൾ ഞങ്ങൾ ഉണ്ടായിക്കോളാം. ഇത് കേൾക്കുന്ന വിനായകൻ, സാറേ, ഇത് ചതിയാണ്. ആ പാവം കുടുങ്ങിപ്പോവും, പാപം കിട്ടും സാറേ. ചന്ദ്രശേഖരൻ ഇപ്പോൾ വിനായകനോട്, ഇങ്ങനെ പാവമായിട്ടുള്ളൊരു ചേട്ടനെ കൊടുക്കാൻ വേണ്ടിയാണല്ലോ താൻ അവിടെ തന്നെ കൊണ്ട് ചേർത്തത്. ഇപ്പോൾ ആ പാപത്തിൽ തനിക്കും ഒരു പങ്കുണ്ടെന്ന് മാത്രം കരുതിയാൽ മതി. ശരി, ബൈ. ഇത്രയും പറഞ്ഞ് അയാൾ കോൾ കട്ട് ചെയ്യുന്നു. ഫോൺ വെച്ച ശേഷം ആകെ വെപ്രാളപ്പെട്ട് നിൽക്കുന്ന വിനായകനോട് എന്താണ് കാര്യമെന്ന് നന്ദിനി തിരക്കുന്നു. മറുപടിയായി വിനായകൻ, എടി, അവര് വിശ്വേട്ടനെ ശരിക്കും കുടിക്കുമെന്നാണ് തോന്നുന്നത്. ഫ്ലാറ്റ് മേടിക്കാനായിട്ടെന്ന് പറഞ്ഞ് നമ്മളൊരു പേപ്പറിൽ ഒപ്പിട്ട് മേടിച്ചില്ലേ, അതിപ്പോൾ ചേട്ടനെതിരെയുള്ള തെളിവായിട്ട് ഉപയോഗിക്കാനാണ് അവർ പോകുന്നത്. അതിന് ഫ്ലാറ്റ് മേടിക്കാനായിട്ട് വിശ്വേട്ടൻ പണം വല്ലതും നൽകിയോ എന്നാണ് നന്ദിനി ചോദിക്കുന്നത്. പണമൊന്നും ഇപ്പോഴേ വേണ്ടെന്നാണ് അവർ പറഞ്ഞത്. ഇത് കേട്ടപാട് നന്ദിനി, അത് ശരി, അപ്പോൾ എല്ലാം ഒരുക്കി വിശ്വേട്ടനെ നിങ്ങളെ കുടിക്കിയതാണല്ലേ? എല്ലാം കൊള്ളാം, അവസാനം എന്നെ കൂടി വലിച്ചിടാവുന്നല്ലോ നിങ്ങൾ നോക്കിയുണ്ടല്ലോ. ഞാനൊന്നും പറഞ്ഞില്ലെന്ന് വേണ്ട. ഇത്രയും പറഞ്ഞ് ദേഷ്യത്തോടു കൂടി നന്ദിനി അവിടെ നിന്ന് പോകുന്നു. വിക്രം ഇപ്പോൾ സഹായത്തിനായി ശ്രീകാര്യം ശ്രീനിവാസന്റെ അടുത്തേക്ക് പോയിരിക്കുകയാണ്. ശ്രീനിവാസൻ വിക്രത്തിനോടായി പറയുന്നു, ഇത് കാത്തിരുന്ന് ഒരുക്കി വെച്ച കെണിയാണ്. വിക്രവും അയാളോട് പറയുന്നുണ്ട്, ഞാനിതൊന്നും അറിഞ്ഞിരുന്നില്ല സാർ, ശ്രീകാന്തിന്റെ ഇൻവെസ്റ്റ്മെന്റ് ഉള്ള കമ്പനിയാണെന്നത്. വിനായകനും ഇക്കാര്യം അറിഞ്ഞിട്ടില്ലെന്ന് നിനക്ക് ഉറപ്പുണ്ടോ എന്ന് ശ്രീനിവാസൻ ചോദിക്കുന്നുണ്ട്. പിന്നെ അയാളുടെ സ്വഭാവം സാറിനും അറിയാവുന്നതാണല്ലോ. സ്വന്തം ചേട്ടനാണെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. സ്വന്തം കാര്യത്തിന് വേണ്ടി എന്തും ചെയ്യാൻ മടിക്കില്ല. നേരിട്ടെന്നെ ആക്രമിക്കാൻ ശ്രമിക്കുന്നതിനേക്കാൾ എളുപ്പം ചിലപ്പോൾ വീട്ടുകാരെ അഭയപ്പെടുത്തുന്നതെന്ന് അവർക്ക് തോന്നിയിരിക്കാം. ഇത്രയും നാളായിട്ടും വീടിന് നേരെ ഒരാക്രമണം ഉണ്ടായിട്ടില്ല. ഇപ്പോൾ തുടർച്ചയായിട്ട് വീടും വീട്ടുകാരും ആക്രമിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ജപ്തി ഭീഷണി, തീ കത്തിക്കൽ, ഇപ്പോൾ ദാ വിശ്വേട്ടനും. ഇതൊക്കെ അവസാനിപ്പിക്കണമെങ്കിൽ ഇനി ഒരു വഴി മാത്രമേ ഉള്ളൂ എന്ന് വിക്രം പറയുന്നു. അതെന്താണെന്നാണ് ശ്രീനിവാസൻ ചോദിക്കുന്നത്. അത് മറ്റൊന്നുമല്ല, അവളുടെ ചേട്ടനെ തല പൊക്കാൻ പറ്റാത്ത വിധത്തിൽ അങ്ങ് അവസാനിപ്പിക്കണം. ഞാൻ കുറച്ചു കാലം അകത്ത് കിടക്കേണ്ടി വന്നാലും എന്റെ കുടുംബത്തിന് സ്വസ്ഥമായിട്ട് ജീവിക്കാൻ പറ്റുമല്ലോ. അങ്ങനെ ചെയ്യേണ്ടതില്ലെന്നാണ് ശ്രീനിവാസൻ പറയുന്നത്. നീ ജയിലിൽ പോയി എന്ന് വിചാരിച്ച് എല്ലാ കാര്യങ്ങളും തീരുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അവർ അപ്പോൾ പൂർവാധികം ശക്തിയോടെ നിന്റെ കുടുംബത്തെ ആക്രമിക്കും. നീ ഇപ്പോൾ കാവലായി ഉള്ളതുകൊണ്ട് മാത്രമാണ് വെറും ഒരു ഭീഷണിയിൽ മാത്രം പല കാര്യങ്ങളും അവർ ഒതുക്കുന്നത്. അതുകൊണ്ട് നീ അബദ്ധമൊന്നും ചിന്തിക്കരുതെന്ന് ശ്രീനിവാസൻ പറഞ്ഞു കൊടുക്കുന്നു. ഞാനിവിടേക്കുണ്ടായിട്ടും ഇത്രയും കാര്യങ്ങൾ സംഭവിച്ചില്ലേ എന്ന് വിക്രം പറയുമ്പോൾ, അതെല്ലാം നിന്നെ പ്രകോപിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് അവർ ചെയ്തു കൂട്ടിയതെന്ന് ശ്രീനിവാസൻ. വേദയുടെ സഹോദരനെ സംബന്ധിച്ചിടത്തോളം നിന്നെ എങ്ങനെങ്കിലും അവസാനിപ്പിക്കണമെന്ന് മാത്രമേ അയാൾക്കുള്ളൂ. അല്ലെങ്കിൽ കാലാകാലത്തേക്ക് ജയിലിലടയ്ക്കണം.
അതിന് നിന്നെ പ്രകോപിപ്പിക്കുക എന്നതിനേക്കാളുപരി നല്ല വഴിയെന്ന് പറയുന്നത് നിന്റെ ചേട്ടനെ പിടിച്ച് അകത്തിടുന്നതാണെന്ന് അവർക്ക് തോന്നി. കുടുംബത്തെ തൊട്ട് വിളിച്ചാൽ നിന്നെ ഇമോഷണലി തകർക്കാൻ പറ്റുമെന്ന് അവർ മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു. വിശ്വേട്ടൻ ഒരു പാവമാണ് ശ്രീനി സാർ. ഒരു പണിയും ചെയ്യാതെ വീട്ടിൽ തന്നെ ഇരിക്കും എന്നതായിരുന്നു ആകെ ഉണ്ടായിരുന്നൊരു കുറ്റം. വളരെ വൈകിയാണെങ്കിലും അത് സ്വയം മനസ്സിലാക്കി തിരുത്തിയത് ഈ ജോലി കിട്ടിയപ്പോഴാണ്. മോളെ അടുത്ത കൊല്ലം ഇവിടെ തന്നെ കൊണ്ട് ചേർക്കണമെന്ന് ഈ അടുത്ത് വരെ പറയുന്നുണ്ടായിരുന്നു. ഒരുപാട് സ്വപ്നമൊക്കെ കണ്ടു തുടങ്ങിയതാ സാർ. അപ്പോഴാ ഇങ്ങനൊക്കെ. മറുപടിയായി ശ്രീനിവാസൻ, എനിക്ക് മനസ്സിലാകും ഇതെല്ലാം. കാരണം അതാണ് ഞാൻ നിന്നോട് പറഞ്ഞത്. അവരെല്ലാം വളരെ പ്ലാൻ ചെയ്തിട്ടാണ് ചെയ്ത് കൂട്ടിക്കൊണ്ടിരിക്കുന്നത്. നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ. സാധാരണ ഇങ്ങനത്തെ ഒരു സാമ്പത്തിക തട്ടിപ്പ് കേസിൽ FIR ഇടാൻ പോലും 2-3 ദിവസം എടുക്കും. അത്രയും കാര്യങ്ങൾ അന്വേഷിക്കണം. പക്ഷേ ഇവിടെ നോക്ക്, വെറും 5 നിമിഷം കൊണ്ട് കാര്യങ്ങളെല്ലാം തീരുമാനമായില്ലേ? ഞാൻ വിളിച്ചപ്പോൾ ആ ഇൻസ്പെക്ടർ എന്താ പറഞ്ഞതെന്ന് നിനക്കറിയുമോ? എനിക്ക് പരിചയമുള്ള ആളാണ് എന്നറിഞ്ഞിരുന്നെങ്കിൽ ഒന്നും ചെയ്യില്ലായിരുന്നു എന്ന്. ഇതിപ്പോ FIR ഇട്ട് പോയില്ലെന്ന്. നമ്മൾ യാതൊരു വിധത്തിലും സ്വാധീനിക്കരുതെന്ന് വിചാരിച്ചായിരിക്കും അവരിതെല്ലാം മുൻകൂട്ടി കണ്ടതെന്ന് വിക്രം. നമ്മളിനി എന്ത് വേണമെന്നാണ് സാർ പറഞ്ഞു വരുന്നതെന്ന് വിക്രം ചോദിക്കുന്നു. മറുപടി ശ്രീനിവാസൻ, ഇടുക്കത്തിലെടുത്ത് ചാടി ശ്രീകാന്തുമായൊരു ഏറ്റുമുട്ടലിനേർപ്പെടണോ അതോ അയാളുമായൊരു സന്ധിയിൽ ഏർപ്പെടണോ? എന്ത് വേണമെന്ന് നിനക്ക് തീരുമാനിക്കാം. ചില കാര്യങ്ങൾ നമ്മൾ ബുദ്ധിപൂർവ്വം വേണം ഇടപെടാനായിട്ട്. ഈ സമയം വേദ ശ്രീകാന്തിനെ കാണാനായി അയാളുടെ ഓഫീസിലേക്ക് എത്തിയിരിക്കുകയാണ്. ശ്രീകാന്ത് അകത്തുണ്ടോ എന്നുള്ള വിവരം അവിടെയുള്ള സ്റ്റാഫിനോട് ചോദിച്ച ശേഷം അകത്തേക്ക് കടക്കുന്നു. ശ്രീകാന്തിന്റെ മുറിക്കുള്ളിലേക്ക് കയറുന്നതിന് മുമ്പായി വേദ അകത്തേക്ക് കടക്കാമോ എന്ന് ചോദിക്കുന്നു. ഇത് കേൾക്കുന്ന ശ്രീകാന്ത്, അതെന്താടി അങ്ങനൊരു ചോദ്യം? മറുപടിയായി വേദ, അത് പഴയ കാലമൊന്നുമല്ലല്ലോ ഇപ്പോൾ. ഞങ്ങളെല്ലാവരും ഇപ്പോഴും പഴയ ആളുകൾ തന്നെയാണ്. സ്വഭാവം മാറിയത് നിന്റെ ആണെന്നാണ് ശ്രീകാന്ത് പറയുന്നത്. എന്തായാലും വന്നതല്ലേ, ഇരിക്കാനായി ശ്രീകാന്ത് ആവശ്യപ്പെടുന്നു. കുടിക്കാനായിട്ട് എന്താണ് വേണ്ടത്? ടീ, കോഫി, അതോ നിന്റെ ഇഷ്ടപ്പെട്ട മസാല ചായയോ? ഇത് കേൾക്കുന്ന വേദ, അപ്പോൾ ഇതൊക്കെ ഇപ്പോഴും ഓർമ്മയുണ്ടോ? അതെങ്ങനെ ഞാൻ മറക്കും? നമ്മളൊക്കെ ഒരേ വയറ്റിൽ നിന്ന് വന്ന ആൾക്കാരല്ലേ എന്നാണ് ശ്രീകാന്ത് പറയുന്നത്. പറയുന്നതൊക്കെ ശരിയായിരിക്കാം, പക്ഷേ സ്നേഹം എന്നതില്ല, വെറും പക, അത് മാത്രമാണുള്ളത്. പിന്നെ ദുരഭിമാനം കൊണ്ടുണ്ടാകുന്ന പ്രതികാരവും. നിങ്ങളൊക്കെ മാറുമെന്ന് എനിക്ക് പണ്ടേ അറിയാമായിരുന്നു, പക്ഷേ അതിങ്ങനെ ആയിരിക്കുമെന്ന് ഞാൻ ഒട്ടും കരുതിയില്ല. ഇതിനുള്ള മറുപടിയെ ശ്രീകാന്ത്, ഞാൻ മാറുമെന്ന് നിന്നോട് പണ്ടേ പറഞ്ഞിട്ടുള്ളതല്ലേ? അപ്പോഴൊന്നും തന്നെ അതൊന്നും നീ കൂട്ടാക്കാനായിട്ട് നിന്നില്ലല്ലോ. നീ പറഞ്ഞത് ശരിയാണ്, ഇത് പകയും വൈരാഗ്യവും ഒക്കെ തന്നെയാണ്. പക്ഷെ അതൊന്നും കാണിക്കുന്നത് നിന്നോടല്ലല്ലോ. അതിൽ നിന്ന് മനസ്സിലാക്കിക്കൂടെ ഇതെല്ലാം നിന്നോടുള്ള ഇഷ്ടം കൊണ്ടാണെന്ന്? ഇത് കേൾക്കുന്ന വേദ, ഇനി ഇഷ്ടമെന്നുള്ളൊരു വാക്കിന് നമ്മുടെ ഇടയിൽ പ്രസക്തിയില്ല. പ്രായം കൊണ്ട് മാത്രം കൽപ്പിച്ചു വരുന്ന ഈ ഏട്ടൻ സ്ഥാനത്തിന് നമ്മൾ രണ്ടുപേരും 2 ലോകത്തിലായി പോയില്ലേ? പക്ഷേ എന്നോടുള്ള വൈരാഗ്യത്തിന് എന്റെ ഭർത്താവിന്റെ കുടുംബക്കാരെ കോർണർ ചെയ്യുന്ന ഈ പരിപാടി ഉണ്ടല്ലോ, അത് വളരെ ചീപ്പായി പോയി. കേൾക്കുന്ന ശ്രീകാന്ത്, ആണോ? എനിക്കിത്തരം ചീപ്പ് പ്രതികാരങ്ങളാണ് ഇഷ്ടം. എന്റെ അങ്ങനെയുള്ളൊരു മുഖം ഞാൻ ഇതുവരെ നിന്നെ അറിയിച്ചിട്ടില്ലെന്ന് മാത്രം. ഇപ്പൊ മനസ്സിലായില്ലേ? നിന്റെ കഴുത്തിൽ താലി കെട്ടിയ ആ എംബോക്കയുടെ ചേട്ടനെ ഞാൻ തന്നെയാണ് ജോലിക്കെടുത്തത്. ഇപ്പോ അവൻ കേസിൽ കുടുങ്ങി അകത്ത് കിടക്കുന്നതും ഞാൻ തന്നെ കാരണമാണ്. നിന്നെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? പറയ്, നിനക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന്. നീ ആരാണെന്നാണ് നിന്റെ വിചാരം? എന്തായാലും എനിക്ക് ശേഷം ജനിച്ചവളല്ലേ നീ? അതും ഒരു പെണ്ണ്. നിനക്ക് എന്താണ് ഇത്ര അഹങ്കാരം? അടക്കമുള്ള പെണ്ണായിരുന്നെങ്കിൽ തന്റെ സഹോദരന്റെ വാക്ക് കേട്ട് അടങ്ങി ഒതുങ്ങി വീട്ടിൽ കഴിയണമായിരുന്നു. അടക്കമുള്ളവളായിരുന്നെങ്കിൽ അവര് ചൂണ്ടിക്കാട്ടുന്നതിനെ വിവാഹവും കഴിച്ച് അവരുടെ കുഞ്ഞുങ്ങളെ പ്രസവിച്ച് അങ്ങനെ കഴിയണമായിരുന്നു. അതിനു പകരം നീ തീരുമാനിച്ചതോ നിന്റെ ഇഷ്ടപ്രകാരം കഴിയാനും. നീ നിന്റെ ഇഷ്ടപ്രകാരം ഇങ്ങനെ ഓരോന്ന് ചെയ്യുമ്പോൾ ഞാൻ എനിക്ക് തോന്നിയതും ചെയ്യുമെന്ന് ശ്രീകാന്ത്. അടക്കമുള്ള പെണ്ണുങ്ങള് എങ്ങനെയാണ് കഴിയേണ്ടതിനെ പറ്റി എന്റെ ചേട്ടൻ മനസ്സിലാക്കിയതിൽ എനിക്ക് സഹതാപമുണ്ട്. എന്നെ നിങ്ങളെ വളർത്തിയത് ഒരച്ഛനാണല്ലോ എന്ന് ഓർക്കുമ്പോൾ ആ അച്ഛന്റെ വിധിയിൽ എനിക്ക് സങ്കടം തോന്നുന്നു. എന്തായാലും എന്നെ അച്ഛൻ വളർത്തിയത് ഇങ്ങനൊരു പെണ്ണായി ജീവിക്കാനല്ല. അതുകൊണ്ട് തന്നെ എന്റെ അഭിപ്രായങ്ങൾ ഞാൻ ആരുടെ മുമ്പിലും തുറന്നു പറയും. ആണത്തത്തിന്റെ ഹുങ്കുമായി നിൽക്കുന്ന ആരുടെ മുമ്പിലും. അത് അച്ഛനായാലും ചേട്ടനായാലും ഭർത്താവായാലും. പിന്നെ നിങ്ങളെ കൊണ്ട് ഇപ്പൊ ഇതൊക്കെ പറഞ്ഞു ചെയ്യിപ്പിക്കുന്നത് ആരാണെന്നും എനിക്കറിയാം. ആണുങ്ങൾ പറയേണ്ടത് മാത്രം കേട്ട് കഴിയേണ്ടവരാണ് പെണ്ണുങ്ങളെന്ന് കുറച്ചു മുമ്പ് നിങ്ങൾ പറഞ്ഞല്ലോ. അതിനേക്കാട്ടിലും അശ്രീകരമാണ് ഇങ്ങനെ പെണ്ണുങ്ങളുടെ വാക്ക് കേട്ട് വരും വരായികളെ പറ്റിയൊന്നും ആലോചിക്കാതെ ഇങ്ങനെ എടുത്തു ചടന്ന ചില കുഞ്ഞിരാമന്മാർ. ഇത് കേട്ടപാടെ ശ്രീകാന്തിന് ദേഷ്യം വന്നു എന്ന് മനസ്സിലാക്കിയ വേദ, എന്താ ഞാൻ പറഞ്ഞത് ശരിയല്ലേ എന്ന് ചോദിക്കുന്നു. വർഷേടത്തിയുടെ വാക്കുകൂടി കേട്ടിട്ടല്ലേ ശ്രീയേട്ടൻ ഇതിനൊക്കെ ഇറങ്ങി പുറപ്പെട്ടത്? മറുപടിയായി ശ്രീകാന്ത്, അല്ല, നമ്മുടെ അച്ഛന്റെ മനസ്സെന്താണെന്ന് എനിക്ക് അറിയാവുന്നതുകൊണ്ടാണ്. മറുപടിയായി വേദ, ആരുടെ മനസ്സിൽ എന്തു തന്നെയായാലും എന്റെ ജീവിതം എന്റെ തീരുമാനമാണ്. അത് തിരുത്താൻ നിങ്ങൾക്ക് ആർക്കും അവകാശമില്ലെന്ന് ഞാൻ അന്നേ പറഞ്ഞതല്ലേ? ഇത് കേൾക്കുന്ന ശ്രീകാന്ത്, ആരുടെ ജീവിതവും ആരുടെ അവകാശമല്ല വേദ. പണിക്കത്തെ ശങ്കരനാരായണന്റെ മകളായി നീ ജനിച്ചിട്ടുണ്ടെങ്കിൽ നിന്റെ കാര്യത്തിൽ തീരുമാനമെടുക്കാനുള്ള അവകാശവും ഞങ്ങൾക്ക് തന്നെയുണ്ട്. ആ എണ്ണം കെട്ടവന്റെ കൂടെ നീ ഇങ്ങനെ ജീവിക്കുമ്പോൾ തകരുന്നത് പണിക്കത്തെ കുടുംബത്തിന്റെ അന്തസ്സാണ്. ഇത്രയും കാലത്തെ ആഭിജാത്യമാണ്. സമത്വമൊക്കെ പറയുന്ന ചില ഏഴാം കൂലികൾക്ക് ദുരഭിമാനം എന്ന പേരിൽ അതിനെ പേരിട്ട് വിളിക്കാം. പക്ഷേ ആ ദുരഭിമാനമാണ് നമ്മുടെ കുടുംബത്തിന്റെ അന്തസ്സിനെ നിലനിർത്തുന്നത്.
തറവാടിത്തത്തിന് വില കൽപ്പിക്കുന്നത്? ആ ചോരയുടെ ശുദ്ധിയിൽ ഒരു തെണ്ടിയുടെ രക്തം കലരാൻ ഞങ്ങൾ അനുവദിക്കില്ല. നീ ഇനി എത്ര കാലം മോഡേണായി ചിന്തിച്ചാലും ഇതാണ് ഗ്രൗണ്ട് റിയാലിറ്റി. പലതരത്തില് ഞങ്ങൾ പറഞ്ഞു നോക്കിയതാണ്, നീ കേട്ടില്ല. അവസാനം ഇതേ ഉള്ളൂ മാർഗമെന്ന് തോന്നി. ഇതിനുള്ള മറുപടിയായി വേദ, ഇതെല്ലാം ചെയ്താൽ ഞാൻ തിരിച്ചു വരുമെന്ന് കരുതിയാണോ? മറുപടിയായി ശ്രീകാന്ത്, ഒരിക്കലുമല്ല. പക്ഷേ അവൻ നിന്നെ ഉറപ്പായും തിരിച്ചുകൊണ്ടാക്കും. ഇനി സമയം വൈകിട്ടില്ല വേദ. ഈ ജീവിതം ഒന്ന് നീ അവസാനിപ്പിച്ചു വന്ന് ഞങ്ങൾ പറയുന്നത് പോലെ ജീവിക്കുക. നീ പഠിച്ച പെണ്ണല്ലേ, കാര്യങ്ങൾ മനസ്സിലാക്കാന് നിനക്ക് എന്താ ഇത്ര ബുദ്ധിമുട്ടെന്ന് ശ്രീകാന്ത് ചോദിക്കുന്നു. ഇതിനുള്ള മറുപടിയായി വേദ, സ്വന്തം ഇഷ്ടം അച്ഛൻ്റെ നടപ്പാക്കാനായിട്ട് എന്തും ചെയ്യാമല്ലേ, യാതൊരുവിധ എത്തിക്സും നോക്കണ്ട. ഇത് കേൾക്കുന്ന ശ്രീകാന്ത് പുച്ഛിച്ചുകൊണ്ട്, എത്തിക്സോ? അത്തരം വാക്കുകളൊക്കെ പുസ്തകത്തിൽ പഠിച്ച് മറക്കാനുള്ളതല്ലേ? നീയും അച്ഛനും ഒക്കെ കരുതുന്ന പോലെ ലോകം എത്തിക്സിന്റെ പിന്നാലെയൊന്നുമല്ല കറങ്ങുന്നത്. പണം, പദവി, ഇതിന്റെയൊക്കെ പിന്നിലാണ്. പണമുള്ളവൻ ചേരേണ്ടത് പണത്തിന്റെ കൂടെ തന്നെയാണ്. ഈ ക്ലാസ് ഡിഫറൻസ് എന്ന് പറയുന്നത് അത്ര ചെറിയ കാര്യമൊന്നുമല്ല. ആ വ്യത്യാസം നീ തിരഞ്ഞെടുത്ത ജീവിതവും നമ്മുടെ ജീവിതവും തമ്മിലുണ്ട്. ഇനിയെങ്കിലും അത് മനസ്സിലാക്കി നീ തിരിച്ചു വന്നാ നിനക്ക് നല്ലത്. ഇത് കേൾക്കുന്ന വേദ ദേഷ്യത്തോടെ, നിങ്ങളോടിപ്പോ സംസാരിക്കാൻ പോലും എനിക്ക് നാണം തോന്നുകയാണ്. ഇങ്ങനൊരു മനസ്സുമുള്ളിൽ വെച്ചാണോ നിങ്ങൾ ഇത്രയും കാലം ജീവിച്ചത്? അച്ഛനും ഇതേ മനസ്സ് തന്നെയാണോന്നാണ് എനിക്കിപ്പോൾ അറിയേണ്ടത്. അതറിയാനായിട്ട് നീ ഇനിയും കുറച്ചു ദിവസം കൂടി കാത്തിരിക്കേണ്ടി വരുമെന്ന് ശ്രീകാന്ത് പറയുന്നു. അച്ഛൻ സ്ഥലത്തില്ല. തിരിച്ചു വരുന്നതിന് മുമ്പായി തന്നെ ഞാൻ വിശ്വന്റെ കാര്യത്തില് ഒരു തീരുമാനമെടുക്കും. അവനെ മാത്രമല്ല, ആ വീട്ടിലെ എല്ലാവരുടെയും കാര്യത്തിലും. ഈ സമയം വിനായകൻ തന്റെ മുറിയിൽ വിഷമത്തോടുകൂടി എന്തോ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കണ്ട് അങ്ങോട്ടേക്ക് വരികയാണ് നന്ദിനി. ഞാൻ കുറെ നേരമായിട്ട് കാണുന്നു, നിങ്ങൾ എന്താ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്? മുറിയിന്ന് പുറത്തേക്ക് പോലും ഇറങ്ങുന്നത് കാണുന്നില്ലല്ലോ. വിശ്വേട്ടനെ പോലീസ് പിടിച്ചു എന്ന് അറിഞ്ഞത് മുതൽ നിങ്ങൾ ഭയങ്കര ടെൻഷനിലാണല്ലോ. ഇത് കേൾക്കുന്ന വിനായകൻ, എടി എങ്ങനെ ടെൻഷൻ അടിക്കാതിരിക്കും? അതിന്റെ കാരണക്കാരൻ ഇപ്പോ ഞാനായി പോയില്ലേ? അതിന് നിങ്ങൾ എന്ത് ചെയ്തിട്ടാണെന്ന് നന്ദിനി ചോദിക്കുമ്പോൾ, ശ്രീകാന്തിന്റെ സ്ഥാപനമാണെന്ന് അറിഞ്ഞിട്ട് തന്നെയല്ലേ ഞാൻ വിശ്വേട്ടനെ അങ്ങോട്ടേക്ക് അയച്ചത്. അതിനിപ്പോ നിങ്ങൾ എന്ത് ചെയ്തു? ആ സ്ഥാപനത്തിൽ ഒരു ഒഴിവുണ്ടെന്ന് നമ്മൾ വിശ്വേട്ടനോട് പറഞ്ഞു. അത് ശ്രീകാന്തിന്റേതാണെന്ന് നമ്മൾ അറിഞ്ഞിട്ടില്ല എന്ന് അപ്പോ തന്നെ പറഞ്ഞില്ലേ? പക്ഷേ അതല്ല സത്യാവസ്ഥ എന്ന് വീട്ടുകാരെല്ലാരും അറിഞ്ഞാൽ പിന്നെ തീർന്നില്ലേ? അതാരും തന്നെ അറിയാതെ നോക്കിയാൽ പോരെയെന്നാണ് നന്ദിനി പറയുന്നത്. എന്നാലും ഞാൻ കാരണം ഇപ്പോൾ ഈ കുടുംബം മുഴുവൻ അനുഭവിക്കുകയല്ലേ. അതിലിപ്പോ നിങ്ങൾക്ക് എന്താണ് പ്രശ്നം? നമ്മൾക്ക് പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നുമില്ലല്ലോ എന്ന് നന്ദിനി. ഇത് കേൾക്കുന്ന വിനായകൻ, ഞാനും ആ കുടുംബത്തിലെ ഒരാളല്ലേ. അതിപ്പോ ആരും അറിയാൻ പോകുന്നില്ലെന്ന് നന്ദിനി. എന്നാലും ഞാനും ആ കുടുംബത്തിലെ ഒരാളല്ലേ എന്ന് വിനായകൻ. പക്ഷേ നിങ്ങളിപ്പോൾ ഇതിനകത്ത് ഇങ്ങനെ ഇരുന്ന് പേടിച്ച് ആളുകളെല്ലാം അറിയുമെന്നാ എനിക്ക് തോന്നുന്നതെന്ന് നന്ദിനി പറയുന്നു. ആ സ്ഥലത്തിൻ്റെ കാര്യവും കൂടി വിശ്വേട്ടനെതിരെ ഉപയോഗിക്കുമെന്ന് അറിഞ്ഞപ്പോൾ എൻ്റെ ഉള്ള ഇരിക്കപ്പുറത്തേയും കൂടെ പോയി നന്ദിനി. കോടതിയിൽ അവരത് ഹാജരാക്കി കഴിഞ്ഞാൽ ഉറപ്പാകും ഇത് ഞാൻ കൂടി അറിഞ്ഞിട്ടാണെന്നുള്ളത്. വിക്രം പിന്നെ എന്തൊക്കെ ചെയ്യുമെന്ന് എനിക്കൊരു പിടിയുമില്ല. ഇതെല്ലാം കേട്ട ശേഷം നന്ദിനി, ഇനി അഥവാ അവരെന്തെങ്കിലും അങ്ങനെ പറഞ്ഞു വന്നാൽ നിങ്ങളിതൊന്നും അറിഞ്ഞിട്ടില്ലെന്നും നിങ്ങളെ അവർ കരുവാക്കിയതാണെന്നും അങ്ങ് തട്ടിവിട്ടേക്കണം. എന്തായാലും കുറച്ച് ദിവസത്തേക്ക് നെഞ്ചത്തടിയും നിലവിളിയൊക്കെ ആയിട്ട് ഇവിടെ നല്ല എൻ്റർടൈൻമെൻ്റ് ആയിരിക്കും. ഇത് കേൾക്കുന്ന വിനായകൻ, എൻ്റർടൈൻമെൻറ്റോ? മറുപടിയായി നന്ദിനി, പിന്നല്ലാതെ ആ വേദയുടെ കൂടെ കൂടി എന്നെ കൂടി കുറ്റപ്പെടുത്തിയതാ ശ്രീജേടത്തി, കുറച്ച് അനുഭവിക്കട്ടെ. എന്നാൽ ഇത് കേൾക്കുന്ന വിനായകൻ, എടി അകത്ത് കിടക്കുന്നത് എൻ്റെ കൂടി കൂടപ്പിറപ്പാണ്. ഇത് കേൾക്കുന്ന നന്ദിനി മറുപടിയായി, വലിയ കൂടപ്പിറപ്പ് സ്നേഹമൊന്നും എന്നോട് പറയല്ലേ. കാശ് വാങ്ങി ഒറ്റ കൊടുക്കാൻ നേരം നിങ്ങളുടെ ഈ കൂടപ്പിറപ്പ് സ്നേഹം എവിടെ പോയിരുന്നു? ഇത് കേൾക്കുന്ന വിനായകൻ നന്ദിനിയോട് ഒന്ന് പയ്യെ പറയാനായി ആവശ്യപ്പെടുന്നു. ആരെങ്കിലും കേൾക്കും എങ്കിൽ പിന്നെ ഈ പാര പണിതതിന് ശേഷമുള്ള ഈ കുറ്റബോധവും സങ്കടം പറച്ചിലും ഒന്നും വേണ്ട. ഞാൻ പറഞ്ഞത് കേട്ടല്ലോ. ഇത്രയും പറഞ്ഞ ശേഷം നന്ദിനി അവിടെ നിന്ന് പോകുന്നു. ഈ സമയം ശ്രീജ അച്ഛൻ്റെയും അമ്മയുടെയും അരികിലാണുള്ളത്. എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല അച്ഛാ, എത്രയും പെട്ടെന്ന് ഒരു വക്കീലിനെ അറേഞ്ച് ചെയ്യണമെന്ന് ആവശ്യപ്പെടുന്നു. ഒരു ചെറിയ കാര്യം പോലും താങ്ങാനാവാത്ത മനുഷ്യനാണ്. അവിടെയുള്ള ഈ അവസ്ഥയിൽ എന്താണ് സംഭവിക്കുക എന്നതുപോലും എനിക്ക് ഓർക്കാൻ വയ്യെന്ന് ശ്രീജ പറയുന്നു. അച്ഛൻ മറുപടിയായി ശ്രീജയോട് പറയുന്നു, വേദിയും ആരെ കാണണമെന്ന് പറഞ്ഞ് പോയിട്ടുണ്ട്. വിക്രമും ആരെയോ കാണാനാണ് പോയിരിക്കുന്നത്. എന്താ വേണ്ടതെന്ന് നമുക്ക് നോക്കാം. നീ സമാധാനമായിട്ടിരിക്കും മോളെ. അവർ രണ്ടാളും അങ്ങനെ പോയി എന്ന് പറഞ്ഞ് അതുപോലെ നടക്കുന്ന കാര്യമാണോ മാഷിയെന്ന് കമല ചോദിക്കുന്നു. നമുക്ക് സ്റ്റേഷനിൽ തന്നെ പോയി ജാമ്യം എടുക്കാൻ പറ്റുന്ന ഏതെങ്കിലും വക്കീലിനെ അറേഞ്ച് ചെയ്യാൻ നോക്കാം. കേൾക്കുന്ന മാഷ് കമലയോടായി, കാര്യങ്ങളൊന്നും നീ കരുതുന്നത് പോലെയല്ല. അവർ അങ്ങനെയൊന്നും നമ്മൾ ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ് എല്ലാ പഴുതുകളും അടച്ച് FIR ഇട്ടത്. പോലീസിൻ്റെ മേൽ അത്രമേൽ സമ്മർദ്ദമുണ്ടെന്നാണ് അറിഞ്ഞത്. ഇപ്പോൾ അങ്ങോട്ടേക്ക് വരുന്ന നന്ദിനി എല്ലാവരോടുമായി പറയുന്നു, വേദയുടെ ചേട്ടൻ മനഃപൂർവ്വം കുടുക്കിയതാണെങ്കിൽ അതിന് കാരണം വേദ തന്നെയല്ലേ. അവളുടെ വാശി കാരണമതി ഇതെല്ലാം സംഭവിച്ചത്. ആദ്യമേ അവളെ അങ്ങ് പിടിച്ച് പുറത്താക്കേണ്ടതായിരുന്നു. അതിനു പകരം അമ്മ അവളെ ചേർത്ത് പിടിച്ചു, ഒപ്പം ശ്രീചേട്ടത്തിയും. കുറെ കഴിഞ്ഞപ്പോൾ അച്ഛനും അമ്മ അവളെ സ്നേഹിച്ചതിനുള്ള ശിക്ഷ അമ്മയ്ക്ക് അവൾ കൊടുത്തു. ഇത് കേൾക്കുന്ന അച്ഛൻ നന്ദിനിയോട് ചോദിക്കുന്നു, നീ എന്തൊക്കെയാണ് ഈ പറയുന്നത്? അല്ലെങ്കിൽ അച്ഛൻ തന്നെ എല്ലാം ഒന്ന് ആലോചിച്ചു നോക്കിക്കേ. കാര്യം വിക്രം കുറെ കുഴപ്പങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ ഇവൾ വന്ന് കയറിയതിന് ശേഷമല്ലേ വിക്രമിന്റെ പേരിൽ ഇത്രയും കേസുകൾ ഉണ്ടാവുന്നത്. പിന്നെ മറുപടിയായി അച്ഛൻ, കേസിൽ നിറക്കാൻ പോകുന്നത് വേദ തന്നെയല്ലേ. മറുപടിയായി നന്ദിനി, അതുകൊണ്ടായില്ലല്ലോ, അവള് വന്നതിന് ശേഷമല്ലേ ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായത്.
അവളെ ശ്രീചേട്ടത്തി കൊണ്ടു നടന്നതിന് ഇപ്പോൾ കിട്ടിയില്ലേ? വിശ്വേട്ടൻ ജയിലിലുമായി. ഇനി അച്ഛൻ സപ്പോർട്ട് ചെയ്തതിനുള്ളത് അച്ഛൻ തന്നെ കിട്ടിക്കോളും. ഇത് കേട്ട് ദേഷ്യത്തോടെ നന്ദിനിയോട് നിർത്താൻ കമല ആവശ്യപ്പെടുന്നു. പക്ഷേ എന്നായാലും സംഭവിക്കാതിരിക്കുന്നതാണ് താൻ ഇപ്പോൾ പറഞ്ഞതെന്ന് നന്ദിനി പറയുന്നു. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡോട് അവസാനിച്ചിരിക്കുന്നു. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.